അസ്സലാമു ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ആരും പരീക്ഷിച്ച് നോക്കാത്ത ഒരു വെറൈറ്റി രീതിയിലുള്ള രസമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ടേബിൾ സ്പൂൺ മല്ലിയും 3 വറ്റൽമുളകും ഒരു കറിച്ചട്ടിയിലിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളകൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം. റോസ്റ്റ് ചെയ്ത മല്ലിയും വറ്റൽമുളകും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. ഇതേ ജാറിലേക്ക് 2 പച്ചമുളകും 2 വലിയ കൊച്ചുള്ളി ചെറുതായിരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. കറിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളകും കൊച്ചുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 7 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കാം. അതുകൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ കൂട്ടിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഈ കൂട്ട് നമുക്ക് മൂത്ത് വന്ന് ചട്ടിയിലുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോഴേക്ക് ഇതിലേക്ക് 1.5 കപ്പ് പിഴുപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, ആവശ്യാനുസരണം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കായം എന്നിവ ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ പുളിരസം റെഡി. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.